ലാലേട്ടൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയ രീതി, അദ്ദേഹം പഠിക്കുക, മറക്കുക, ചെയ്യുക എന്ന് പറഞ്ഞ ഒരു രീതി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ലിജോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഫുൾ ടൈം സിനിമയിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അയാൾക്ക് അയാൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ധാരണയുണ്ട്. ആ ധാരണയേക്കാളും അപ്പുറം പുതുതായിട്ട് അവിടെ സംഭവിക്കുന്നതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിഞ്ഞാലും പുതുതായിട്ടൊന്ന് ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലോ. അത്തരം ക്രിയേഷനുകൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പം ചേട്ടൻ എന്നാൽ അവിടെ അത് കുറച്ചും കൂടി അങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെയുള്ള പുതിയ സജഷൻസ് വരും. അപ്പം നമുക്ക് അതിലേറെ ഹാപ്പിയാവും. വീണ്ടും അതിനെ ഒന്നും കൂടി പൊന്തിക്കാൻ നോക്കും. അപ്പം അങ്ങനെയുള്ള ഭയങ്കര ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ മനോഹാരിത ഭയങ്കര സുഖം. അല്ലാതെ എൻ്റെ ഫ്രെയിമിങ്ങിന് അങ്ങനെ തന്നെ പോകണം, അങ്ങനെ ഒരു എഴുതി വെച്ചത് പൊളിക്കാൻ പോലും തയ്യാറാവാത്ത സമയങ്ങളും വരാറുണ്ട്. അപ്പോൾ അത് നിർബന്ധ ബുദ്ധികളിൽ അങ്ങനെ നിൽക്കാതെ ഇതിന്റെ പ്രോഡക്റ്റിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഇതാക്കാം, സ്ഫുടം ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ആർട്ടിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ മനുഷ്യന്മാരുടെ കൂട്ടായ്മയിലും ഭയങ്കര ഈ പറഞ്ഞ 6 മാസമൊക്കെ 6 ദിവസം പോലെ പോകുന്ന സ്പീഡിൽ പോകാമല്ലോ. അതിലെനിക്കൊന്നു മോഹൻലാലിനെ പോലെ ഒരു ആക്ടർ ഈ 43 വർഷമായിട്ട് ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നു. അതിൽ തന്നെ സിനിമ, നേരത്തെ പറഞ്ഞ നാടകം, എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പോയിന്റുകൾ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഈ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ്, അതും ലെങ്തി ക്യാരക്ടർ ത്രൂ ഔട്ട് സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇതിലെങ്ങനെയാണ് നിങ്ങളുടെ എക്സ്ചേഞ്ചുകൾ? ഈ പറഞ്ഞ ഒരു പോയിന്റ് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ കിട്ടുന്ന ചാൻസുകൾ വരാം. ഇതിലൊരു മത്സരം ഉണ്ടോ ശരിക്കും അഭിനയിക്കുന്നത്? മത്സരമല്ല, മറിച്ച് പരസ്പരം കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു മനോഹാരിതയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയിലൊക്കെ നടക്കും. ലാലേട്ടൻ്റെ കൂടെ ചെയ്ത എല്ലാ സിനിമകളിലും നല്ല ക്യാരക്ടേഴ്സാണ്. 6 സിനിമകളിൽ 5 നല്ല ക്യാരക്ടർ, ഒന്ന് മാത്രം ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നല്ല. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള മനോഹരമായുള്ള ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു നോട്ടത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഡയലോഗിൻ്റെ ഒരു വേരിയേഷൻസിലായിരിക്കാം. അപ്പോൾ അവിടെ ആ സമയത്ത് ഓപ്പോസിറ്റ് ആൾ ചിലപ്പോൾ ഡയലോഗ് ഇല്ലാതെ നിൽക്കുകയായിരിക്കാം. പക്ഷെ അയാളുടെ ഒരു പ്രതികരണമാണ് നമ്മളെ അടുത്തതിലേക്ക് വീണ്ടും കൊണ്ടുപോകും, മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുക. അല്ലാതെ ഒരാൾ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ പോലും അഭിനയിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുക അപ്പോഴാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഈ കൊടുക്കൽ വാങ്ങൽ എന്നല്ല. അത് ഒരു ഡയലോഗ് പറഞ്ഞ അടുത്ത ആൾ ഡയലോഗ് പറഞ്ഞു എന്നുള്ള സാധനം എല്ലാ കാര്യം ഈ കൊടുക്കൽ വാങ്ങലിനെ ഉദ്ദേശിച്ചത് പ്രേരിപ്പിക്കൽ. അത് മനസ്സും കൂടെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പോകുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഓർക്കസ്ട്രയായിട്ട് മാറും. ആ ഓർക്കസ്ട്രയാണ് ഞാൻ എപ്പോഴും ആസ്വദിക്കാറ്. അത് ലാലേട്ടൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു ആക്ടറാണ്. ഈ എഴുതിയിട്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ ഫസ്റ്റ് ലുക്ക് വന്നതെന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറയുന്ന തരത്തിലുള്ള മൊമെന്റുകൾ ഉണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു സിനിമാറ്റിക് മൊമെന്റ്സ് പോലെ റിയൽ ലൈഫിൽ ഈ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്ന മൊമെന്റ്സ്, കാര്യങ്ങൾ, ഈ നമുക്ക് ഈ ഇൻഹിബിഷൻസ് എല്ലാം പൊടിയുള്ള ഒരു പോയിന്റിൽ ഇത് സ്റ്റാർ അല്ല, കോ ആക്ടറാണ്, നമുക്ക് കുറേ കാലത്ത് അറിയുന്ന ഏതോ മനുഷ്യനാണ്, നമുക്കല്ല നമ്മൾ ചെറുപ്പം തൊട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു മനുഷ്യനാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഈ ലൊക്കേഷൻ, അതിൻ്റെ പ്രിമിസ്, അവിടെ നിങ്ങൾ ക്യാരക്ടേഴ്സ് ആണോ അതോ ആക്ടേഴ്സ് ആണോ, അത് ഇതും അല്ലാതെ 2 മനുഷ്യന്മാരാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡൈനാമിക്സ്? അത് ഏതാണ്ട് ഞാനും ലാലേട്ടൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയ രീതി, അദ്ദേഹം പഠിക്കുക, മറക്കുക, ചെയ്യുക എന്ന് പറഞ്ഞ ഒരു രീതി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സാധാരണ ആക്ടേഴ്സ് കൂടുതൽ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക, ഓർമ്മിക്കുക എന്നുള്ളത്. അപ്പം അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്ന് കളിക്കും. അതുകൊണ്ട് തെറ്റില്ല, സംഭവം നടന്നു പോകും. പക്ഷേ ഇതിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മറക്കൽ എന്നുള്ള പ്രോസസ്സ് വരുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചെയ്ത്ത് വരുമ്പോൾ അത് പുതിയൊരു സാധനമായിട്ട് ഉണ്ടാകും. പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നുള്ള രീതിയാണ് ലാലേട്ടൻ സാധാരണ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സാധാരണ ആക്ടേഴ്സ് അത് പഠിക്കുക, വീണ്ടും പഠിക്കുക, പിന്നെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞൊരു സാധനം നടക്കുക. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക, സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കും. ഇത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സൃഷ്ടി പരമായിട്ട് കൂടും, ക്രിയേഷൻ നന്നായിട്ട് നടക്കും, ഒരു പുതിയ സാധനം ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആക്ടേഴ്സും ആയിരിക്കും, ഞങ്ങൾ കഥാപാത്രങ്ങളും ആയിരിക്കും. അത് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് അത് 2 കാര്യങ്ങൾ നടക്കും. ചില ആളുകളൊക്കെ ലാലേട്ടനെ പറ്റി പറഞ്ഞു കേട്ടില്ല, ആ സമയത്താണ് തമാശ പറയുന്നത്,
പറയും അപ്പം പോയി അത് ശരിക്കും തമാശ പറയുന്നല്ല, ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് അവിടെ, അത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജഡ്ജ്മെൻ്റാണ് അത്. പുള്ളിയുടെ ഒരു മനഃപൂർവ്വം അല്ലാതെയോ നടക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഏറ്റവും ഫ്രഷായ മനോജിനോടൊക്കെയാണ് കൂടുതൽ സംസാരിക്കുക, എന്നെക്കൾ സംസാരിക്കുന്നത്. കാരണം എൻ്റെ അടുത്തൊക്കെ വരാവുന്നതിന് ഒരു ഇതുണ്ടാവല്ലോ. അപ്പോൾ പുള്ളിയൊക്കെ പുതിയ ആളല്ലേ, അപ്പോൾ കൂടുതൽ ഫ്രഷായ കാര്യങ്ങളൊക്കെ കേട്ട് ഇത് കഴിഞ്ഞ് ടക്കുന്ന ഷോട്ടിലേക്ക് പോകുമ്പോൾ വേറൊരു സംഭവം നടക്കും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സിനിമയെ സംബന്ധിച്ചോളം അങ്ങനെ എടുത്തെടുത്ത് പോകുന്നൊരു ഭാഗം കൂടി ആണല്ലോ. അപ്പോൾ അത് ആണ് ഈ ഇപ്പോൾ അതിൽ അഭിനയിച്ച് കഴിഞ്ഞ് വന്നു, ഈ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കാണാം ഫേസ്ബുക്കിൽ ബാക്ക് ടു ബാക്ക് എഴുത്തുകൾ വരുന്നു. ഈ എക്സൈറ്റ്മെൻറ്റിനൊരു എൻഡ് പോയിന്റ് ഉണ്ടോ ശരിക്കും ഒരു ആക്ടർക്ക് ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ? ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്ടർക്ക് പോയി നിന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അത് ഉണ്ടാവണം എപ്പോഴും, അതിങ്ങനെ തുടർച്ചയാണല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് അറിയാം ഒരു കഥാപാത്രത്തിന് അടുത്ത കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പക്ഷെ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ധാരാളം സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതാവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് തീരാത്ത കാലത്തോളം നമ്മളിങ്ങനെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം മമ്മൂക്കയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് ഇനിയും പൂതി തീർന്നിട്ടില്ല എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തെ പോലെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. അത് പറയാൻ കാരണം അതുകൊണ്ടാണ്.